90കളിൽ നാം കണ്ട് പരിചയപ്പെട്ട ഒരു മോഹൻലാലുണ്ട്. ആ മോഹൻലാലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പല പ്രേക്ഷകരും പലപ്പോഴായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മോഹൻലാൽ പുതിയൊരു ചിത്രത്തിലൂടെ വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ മാധ്യമ വാർത്തകളായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് തുടരും എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഇതിലെ മോഹൻലാലിന്റെ ഒരു വരവ് 90കളിൽ കണ്ട ഒരു മോഹൻലാൽ ടൈപ്പ് തന്നെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നതും. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ കെ.ആർ. സുനിൽ. മോഹൻലാൽ യുവ സംവിധായകൻ തരുൺമൂർത്തിക്കൊപ്പം ഒന്നിക്കുന്ന തുടരും എന്ന സിനിമയുടെ കഥയും സഹതിരക്കഥാകൃത്തും കെ.ആർ. സുനിലാണ്. മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ ചിത്രം. 2009 പുറത്തിറങ്ങിയ റെഡ് ചില്ലീസിന് ശേഷം മോഹൻലാലും രജപുത്ര വിഷ്വൽ മീഡിയയും ഒന്നിക്കുന്നു എന്നതും 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭന ജോഡികൾ വെള്ളിത്തിരയിൽ എത്തുന്നതും ഉൾപ്പെടെ നിരവധി പ്രത്യേകതകൾ ചിത്രത്തിനുണ്ട്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിന്റേജ് മോഹൻലാലിനെ തിരികെ കൊണ്ടുവരുന്നതിനൊപ്പം ഏതുതരം ആരാധകനെയും തൃപ്തിപ്പെടുത്താൻ ചിത്രത്തിനാകുമെന്ന പ്രതീക്ഷയാണ് കെ.ആർ. സുനിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ സിനിമയാണെന്ന് പറയുന്നില്ല. 90കളിൽ കണ്ടിട്ടുള്ള ഒരു മോഹൻലാൽ ഉണ്ട്. കമൽ, സത്യനന്ദിക്കാട് സിനിമകളിൽ കണ്ടിരുന്നത് പോലെ സാധാരണക്കാരനായ മോഹൻലാലാണ് ചിത്രത്തിലും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിരിയും പ്രസരിപ്പുമുള്ള വിന്റേജ് മോഹൻലാൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ ഇങ്ങനെയൊരു കഥാപാത്രം ആകുന്നത്. ക്യാമറയ്ക്ക് പുറത്തും വളരെ സാധാരണക്കാരനാണ് അദ്ദേഹം. ആ സാധാരണത്വം കഥാപാത്രത്തിനുണ്ട്. ആ സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ടാക്സി ഓടിക്കുന്ന ഒരു മനുഷ്യൻ. ഷൺമുഖം എന്നാണ് സിനിമയിലെ മോഹൻലാലിന്റെ പേര്. എഴുതി തുടങ്ങുമ്പോൾ കഥാപാത്രമായിരുന്നുവെങ്കിലും കഥ പൂർത്തിയായി വരുമ്പോൾ മോഹൻലാൽ മാത്രമായി മനസ്സിൽ. കഥയിൽ പരിചിതമായ മനുഷ്യരുണ്ട്, അതിനപ്പുറം നമ്മളുണ്ട്. ഞാനൊക്കെ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് കഥാപാത്രത്തിനെന്ന് പറയാം. സ്നേഹമുള്ള മനുഷ്യനാണ് കഥാപാത്രം. മനുഷ്യനോടും ചില വസ്തുക്കളോടും ചില സ്വഭാവങ്ങളോടുമൊക്കെയുള്ള സ്നേഹവും കടപ്പാടുമുണ്ട് അദ്ദേഹത്തിന്. സ്വാഭാവികമായും നമുക്ക് ഓരോരുത്തർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്ന ആളായിരിക്കും. സ്ക്രിപ്റ്റ് പൂർത്തിയായി ഷൂട്ടിംഗിന് എത്തിയപ്പോൾ തരുൺ തന്നെയാണ് ഈ സിനിമ ചെയ്യേണ്ടതെന്ന് തോന്നി. ഒരുമിച്ചിരുന്ന് തിരക്കഥയൊരുക്കുമ്പോൾ ചില സീനുകൾ അധികമായി ചേർക്കുമ്പോഴൊക്കെ മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുന്ന അതേ കൗതുകത്തോടെയാണ് തരുണിനെയും നോക്കി നിന്നത്. മനോഹരമായ സീനോ ഫ്രെയിമോ ഒരുക്കുന്നതിനപ്പുറം കഥാപാത്രത്തിന്റെ ഉള്ളറിഞ്ഞ് അയാൾക്കൊപ്പം സഞ്ചരിക്കാൻ തരുണിനാകും. മുൻ സിനിമകൾ തന്നെയാണ് അതിനുദാഹരണം. ഷൂട്ട് നടക്കുമ്പോൾ വരെ സീനുകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 4ഉം 5ഉം ഡ്രാഫ്റ്റുകൾ ചെയ്താണ് സിനിമ പൂർത്തിയായത്. ഒരു സാധാരണക്കാരന്റെ മനസ്സിനുള്ളിലെ സംഭവങ്ങളാണ് കഥയിൽ ഉടനീളം. അയാൾ അഭിമുഖീകരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന അന്തർ സംഘർഷങ്ങളുമാണ് സിനിമ. രജപുത്ര ഒരു ഇടവേളയ്ക്ക് ശേഷം നിർമ്മാണത്തിന് ഒരുങ്ങുകയാണ്. ഈ കഥയോടുള്ള ഇഷ്ടം കൊണ്ടാണത്. നമ്മൾ മോഹൻലാൽ ഫാൻസ് ആയത് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് കൂടിയാണ്. കിരീടം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, ബാലഗോപാലൻ, എം.എ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഉള്ളടക്കം പോലെ മോഹൻലാൽ ഒരു സാധാരണക്കാരനായി വന്ന ഏതൊരു സിനിമയുടെയും പുതിയ കലാസ്വഭാവം തുടരും എന്ന ചിത്രത്തിലും കാണും. അത് സ്വാഭാവികമാണ്. അവർ പറഞ്ഞ കഥകളോ കഥാപാത്രങ്ങളോ അല്ല. ഒരു സാധാരണ മനുഷ്യനെ ഈ സംവിധായകൻ എങ്ങനെ കൈകാര്യം ചെയ്തോ അതിന്റെ പുതിയ കാലത്തെയാൾ എന്ന നിലയ്ക്കാണ് തരുൺ നിൽക്കുന്നത്. ഒരു മുണ്ടുമടക്കിയ അടി പടമല്ല. എന്നാൽ സ്വാഭാവികമായി ഒരു മനുഷ്യൻ കടന്നുപോകുന്ന പ്രശ്നങ്ങളാണ് മോഹൻലാൽ കഥാപാത്രത്തിനും. അങ്ങനെ ഇപ്പോൾ പറയാനാകും. എല്ലാത്തരം മോഹൻലാൽ ആരാധകരെയും തൃപ്തിപ്പെടുത്തും. ഏത് സാധാരണക്കാരനും ഇഷ്ടമാകുന്ന പരിചയം തോന്നുന്ന കഥയും കഥാപാത്രവും. അങ്ങനെ തന്നെ തുടരും പ്രേക്ഷകരിൽ എത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. തുടരും എന്ന സിനിമയെക്കുറിച്ച് തിരക്കഥാകൃത്ത് കൂടിയായ കെ.ആർ. സുനിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. എന്തായാലും ആ 90കളിൽ നമ്മൾ കണ്ട് പരിചയപ്പെട്ട ആ വിന്റേജ് മോഹൻലാലിനെ ഒന്നുകൂടി വെള്ളിത്തിരയിൽ നമ്മൾ കാണാൻ പോകുന്നു. ആ സാധാരണക്കാരനായ മോഹൻലാൽ.